and welcome to Filmy Talk. Today we have a special guest here who is an upcoming actress and a producer. Let's welcome Nishi Govind to our show. Welcome Nishi. Welcome. Home production ആയ ക്രിസ്മസ് കേക്കിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് പറയാമോ? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ ഇൻഫിലിം മൂവി മേക്കേഴ്സിൻ്റെ ബാനറിൽ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ് ഇപ്പോൾ 1000 ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയായിരുന്നു ക്രിസ്മസ് കേക്ക്. എപ്പോഴും എനിക്ക് അതിനോട് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് തന്നെയാണ്. ഒരു ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ലൈവ് ക്യാരക്ടറായിരുന്നു. പിന്നെ ലൈവ് വോയിസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ചെയ്തിട്ടുള്ള ഒരു, അതിൽ സത്യം പറഞ്ഞാൽ ഒരു കണ്ണ് കാണാത്ത കുട്ടിയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ കുട്ടിയെ സംബന്ധിച്ച് പുള്ളിക്കാരൻ കണ്ണ് കാണില്ല. അത്താണി സ്കൂളിൽ പഠിക്കുന്ന കണ്ണ് കാണാത്ത കുട്ടിയെ തന്നെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ തന്നെ എടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി ശരിക്കും നമുക്കിതിനകത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിലച്ഛൻ, അപ്പം ചേതന സ്റ്റുഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീതി സ്കൂളിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഫാദറാണ് അതിനകത്ത് മെയിൻ വേറൊരു ക്യാരക്ടർ ചെയ്തത്. അപ്പം എല്ലാം ലൈവായിട്ടുള്ള ആൾക്കാരെ തന്നെ വെച്ച് ഒരു ലൈവ് വോയിസ്, ലൈവായിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പം നമ്മളിപ്പോൾ പൂനെ ഫെസ്റ്റിന് ഉണ്ടായിരുന്നു, ഫെസ്റ്റിവൽ അത് എന്നാലും റിലീസ് ചെയ്തു ഇവിടെ. പക്ഷെ ജനങ്ങളിൽ ഒരുപാടൊരു ഇത് നമുക്കുണ്ടാക്കാൻ പറ്റിയില്ല അതിന്. എന്നിരുന്നാലും നല്ലൊരു മൂവി, ഇത്രയും നല്ലൊരു ഒപ്പിറ്റ് മൂവി ചെയ്യാൻ പറ്റിയത് സന്തോഷമുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവി തന്നെ അങ്ങനെ ഒരു മൂവിയിലായിരുന്നു എൻ്റെ തുടക്കം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് അതാണ്. 1000 എന്നുള്ള മൂവിയാണ് ഇപ്പൊ ചെയ്തത്. അതെ, ഇപ്പൊ നെക്സ്റ്റ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മൂവിയാണ് 1000. നമ്മൾ ജനുവരിയിലാണ് അത് പ്രതീക്ഷിക്കാം. ജനുവരി ലാസ്റ്റ് ആകുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിനെപ്പറ്റിയാണ് എനിക്ക് തോരാതെ പറയാനുള്ളത്. കാരണം ഓഫ് ബീറ്റ് മൂവിയിൽ പറയുമ്പോൾ നമുക്ക് ഓഫ് ബീറ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ 1000 എന്ന മൂവി എന്ന് പറഞ്ഞാൽ ഒരു പക്ക എന്റർടൈൻമെന്റ്, കോമഡി എല്ലാം ഉള്ള ഒരു മൂവിയാണ്. അപ്പം അതിലകത്ത് സ്റ്റാറായിട്ടും ഭരത്, മെയിനായിട്ട് തമിഴ് ഭരത്, പിന്നെ മുകേഷ്, പിന്നെ ഷമി ചേട്ടനുണ്ട്, പിന്നെ ഗണേശ് ചേട്ടനുണ്ട്, ബിയോണ്, മക്ബൂല്, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് 1000. അപ്പം 1000 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു നോട്ടാണ് അതിൽ നായകനായിട്ട് ഒരു നമുക്കിപ്പോൾ ഓരോ പ്രേക്ഷകനും നമുക്കിപ്പോൾ അതിനകത്ത് കഥ പറയാൻ പറ്റുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഓരോ പ്രേക്ഷകനും ഉണ്ടാവും അവരവർക്ക് പറയാൻ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. ബിക്കോസ് അത് നോട്ടാണ് അതിനകത്ത് ശരിക്കും നായകനായിട്ട് വരുന്നത്. നോട്ടിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. 1000 രൂപയാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു ദിവസം ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഒരു നോട്ട് എത്തിപ്പെടുന്നുണ്ട്. അപ്പം അവിടെ ഉണ്ടാവുന്ന എത്തിപ്പെടുന്ന ഓരോ സ്ഥലങ്ങളിൽ നോട്ട് അനുഭവിക്കുന്ന പലതും, നോട്ടിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിന് കണ്ണും കാതും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് നമ്മൾ അതിലേക്ക് കാണിച്ചത്. പിന്നെ സംവിധായകൻ യാസി നായർ, അപ്പം അവർ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് പ്രേക്ഷകരും കൂടിയാണ് തീരുമാനിക്കേണ്ടത്. 1000 എന്ന മൂവിയിൽ മ്യൂസിക് ആരാണ് ചെയ്യുന്നത്? പാട്ടിനെ പറ്റി പറയാമോ? അത് പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പാട്ട് നമുക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് മ്യൂസിക് മ്യൂസിക് പാടിയത് ജയചന്ദ് പ്രസാദാണ്. 2 സോങ് ഉണ്ട്. ജയചന്ദ് പ്രസാദാണ് പാടിയത്. വളരെ ഭംഗിയായിട്ടുള്ള സോങ് തന്നെയാണ്. സാറിൻ്റെ നല്ലൊരു സാർ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഇത് ചെയ്തു പോയതിന് ശേഷം. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ. സാറ് നമ്മുടെ ഡയറക്ടർ പുതിയ ആളാണ്. അപ്പം ഞാനാണെങ്കിലും ഇതിൽ ചുവട് വെച്ച് വിടുന്ന ആളാണ്. നമ്മൾ പോയി വിളിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും ആള് വളരെ ഈസി ആയിട്ട് വന്ന് ചെയ്തു തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു പോസിറ്റീവ് തന്നെയായിരുന്നു. പിന്നെ ഈ മൂവി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാം പോസിറ്റീവ് തന്നെ ആയിരുന്നു എനിക്ക്. അത് ഫസ്റ്റ് തന്നെ നല്ല തുലാം മാസത്തിലായിരുന്നു നമ്മൾ ഈ മൂവി തുടങ്ങിയത്. ആക്ച്വലി ഉച്ച കഴിഞ്ഞാൽ മഴയാണ് എന്നാണല്ലോ തുലാം മാസത്തിൽ. പക്ഷെ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മഴയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതെല്ലാ ഭാഗത്തുനിന്നും, പ്രതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടും എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ പലരും ആദ്യമായിട്ടൊരു ലേഡി വന്ന് ചെയ്യുന്നതുകൊണ്ട് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ ആൾക്കാർ കടന്നു വരണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതിലേറെ പുതിയ ആളാണ് എന്നും പറഞ്ഞ് എൻ്റെ ഫിലിമിൽ അഭിനയിക്കാൻ നോ പറഞ്ഞ ആൾക്കാരും ഇതിലുണ്ട്. കാരണം പുതിയ ആൾക്കാരാകുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മളെങ്ങനെ അവരുടെ ക്യാഷ്, ഫിനാൻഷ്യലി സെറ്റിൽമെന്റിന്റെ എല്ലാം കൊണ്ട് അവർക്ക്
അതുകൊണ്ട് അങ്ങനെ പറഞ്ഞവരുണ്ട്, പിന്നെ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതലുള്ളത്. അതിന് നോ ഡൗട്ട്. മായാപുരി എന്ന മൂവി ഒരു 3D മൂവി ആയിരുന്നല്ലോ, അതിലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? അതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ അതന്ന് ചെയ്തോ എന്ന് ഇപ്പോൾ പോലും എനിക്കറിയില്ല. കാരണം അത് അത്ര ഒരു ഡിഫറെൻ്റ് ആയിരുന്നു, നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു അതിനകത്ത് ചെയ്തത്. അപ്പം എൻ്റെ ഫസ്റ്റ് മൂവി അതിനകത്ത് എനിക്ക് ഞാൻ ആക്ട് ചെയ്ത് ഹീറോയിനായിട്ടാണ്. പക്ഷേ ഹീറോയിൻ വരുന്നത് നെഗറ്റീവ് ക്യാരക്ടർ, കുട്ടികളുടെ പിക്ചറായിരുന്നു. അപ്പോൾ ആ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ക്വാലിയായിരുന്നു. ആള് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അതിനകത്ത് ശരിക്കും ഈ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോപ്പിൽ കയറിയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ ഡൂപ്പില്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ശരിക്കും പറയാൻ അവരെന്നെ ടഫായിരുന്നു, ഭയങ്കര ടഫായിരുന്നു, ടഫായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അപ്പം ആ സമയത്ത് എനിക്ക് പേടി തോന്നിയില്ല എന്നാണ്. ശരിക്കും ഞാനത് ചെയ്തു. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് കലാഭവൻ ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. കലാഭവൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എനിക്ക്. കാരണം അവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഞാൻ ഫസ്റ്റ് വരുന്നതാണ് എന്നുള്ള ആ ഒരു വിഷമമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും സപ്പോർട്ട് ചെയ്തു. പിന്നെ കുട്ടികളായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലൊരു ജോലി മൂടായിരുന്നു ശരിക്കും. അങ്ങനെ ഇപ്പം അത് റിലീസായല്ലോ, കഴിഞ്ഞ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയായിട്ട് ഇപ്പം നല്ല രീതിയിൽ അത് തിയേറ്ററിൽ നന്നായിട്ട് പോകുന്നു. തമിഴിലെ നല്ല സ്റ്റാർ ആണല്ലോ ഭരത്. ഭരതുമായിട്ടുള്ള ആക്ടിങ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ആക്ടിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 1000 മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭരതുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അതിലേറെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അതിലപ്പുറം ഞങ്ങളെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഭരത് എന്നൊരു വ്യക്തിയെ പറയുകയാണെങ്കിൽ വളരെ കോപ്പറേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ അവരെ പറ്റി പറയാനുള്ളൂ. നല്ല സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. മലയാളത്തിൽ വന്ന് ചെയ്യുമ്പം ആ ഒരു നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. സെറ്റിൽ ഏറ്റവും രാവിലെ വന്നിരുന്നൊരു വ്യക്തി തന്നെ ഭരതനായിരുന്നു. എനിക്ക് യാതൊന്നും അതിനൊരു നോ പറയാനില്ല. പിന്നെ മുകേഷ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളല്ലേ, പുതിയതായിട്ട് വരുമ്പോൾ നിഷിക്ക് എങ്ങനെ ഫീൽ ചെയ്തു? സത്യം പറഞ്ഞാൽ മുകേഷ് ചേട്ടനെ പോയി ഞാൻ ഈ കമ്മിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മൂവിയിലേക്ക് മുകേഷ് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ടു സംസാരിക്കുമായിരുന്നു. ഞാനും എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും ഡയറക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തന്നെ മുകേഷ് ചേട്ടനോട് ഈ കാര്യം പറഞ്ഞപ്പം കഥ നേരത്തെ പറഞ്ഞിരുന്നു. മുകേഷ് ചേട്ടൻ അത് ഇഷ്ടമാവുകയും ചെയ്തു. പിന്നെ ഇത് ഞാനാണ് വന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു പ്രൊഡ്യൂസറാണ്, പുതിയൊരു ഡയറക്ടറാണ്. അപ്പോൾ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള പുതിയ ആൾക്കാർ കടന്നു വരണം, ചെയ്യണം എന്ന് വളരെ ചങ്കുറപ്പോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒരുപാട് സപ്പോർട്ടായിട്ട് തന്നെ നിന്ന് തന്നിട്ടുള്ളത്. പിന്നെ ചില പ്രൊഡ്യൂസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് അല്ല. അപ്പം മുകേഷ് സാറിനൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയല്ലേ. അപ്പം പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ശരിക്കും നല്ല രീതിയിൽ അഡ്വൈസ് തന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു, അതിലോട്ടാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഷമ്മി ചേട്ടനാണ്. അത് ഷമ്മി ചേട്ടൻ പറഞ്ഞാൽ അത് വലിയ രസമാണ്. ഞാൻ നേരത്തെ ഷമ്മി ചേട്ടൻ എൻ്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു ഷമ്മി ചേട്ടനെ പറ്റി. ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൊരു വ്യക്തി, അങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നൊരു പിക്ചർ. എല്ലാത്തിലും അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. എനിക്ക് പിന്നെ അത് ഞാൻ എല്ലാവരും അങ്ങനെ ഒരുപാട് പേഴ്സണലി എനിക്ക് ആരും അറിയില്ല, നേരത്തെ അറിയില്ല. അപ്പം ഇതിൽ വന്ന സമയത്ത് ഷമ്മി ചേട്ടൻ ഞാൻ പിറ്റേന്ന് ഫസ്റ്റ് ഷോ ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ ഞാൻ ഷമ്മി ചേട്ടൻ എടുത്തു. പക്ഷെ ഞാൻ സംസാരിക്കാൻ പോയേയില്ല. ഞാൻ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഷമ്മി ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ്, സംസാരങ്ങളെല്ലാം. അപ്പം പ്രൊഡ്യൂസറാണ് എന്നോട് ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഡേയിൽ ഞാൻ ഷമ്മി ചേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ഷമ്മി ചേട്ടാ ഒരു വലിയ സോറി ഉണ്ട്. അപ്പോൾ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഷമ്മി ചേട്ടാ എനിക്ക് എൻ്റെ മനസ്സിൽ ഷമ്മി ചേട്ടനെ പറ്റി ഞാനുണ്ടായിരുന്നു, തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ അതിന് തന്നെ മാനസികമായിട്ടൊരു അത് വെച്ചോണ്ട് ഞാൻ സോറി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞു. ഇങ്ങനെ സ്കൂളിലെല്ലാം പോയപ്പം പിള്ളേരെല്ലാം ഓടിപ്പോയതും അപ്പം അങ്ങനെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. പക്ഷെ ടോട്ടൽ ഷമ്മി ചേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. സെറ്റിൽ ഭയങ്കരമായിട്ട് എപ്പോഴും ജോക്കും ആയിട്ട് ഒരു ലാഗില്ലാതെ കാര്യങ്ങൾ ചെയ്യും നന്നായിട്ട്. എനിക്ക് ശരിക്കും ഞങ്ങൾ മൂവിയിൽ എല്ലാവരുടെയും കൂടെ ഷമ്മി ചേട്ടൻ ശരിക്കും സഹകരിച്ചിട്ടുണ്ട്. ശരിക്കും ആക്ട്രസ് ആയിട്ട് വന്നിട്ട് സാധാരണ എല്ലാവരും കുറച്ച് ടൈം എടുക്കും പ്രൊഡക്ഷനിലോട്ട് മാറാനായിട്ട്. അത് എന്താണ് പെട്ടെന്നൊരു പ്രൊഡ്യൂസർ ആകാൻ തന്നൊരു ഫീല്? അങ്ങനെ ചോദിച്ചാൽ അതിനെനിക്ക് വ്യക്തമായിട്ടൊരു ആൻസർ പറയാനില്ല. പക്ഷെ ഞാൻ ആക്ടറായിട്ട് വന്നെന്ന് പറഞ്ഞാൽ അതും ഒരു നിമിത്തം പോലെ വന്ന. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഒരു രക്തബന്ധത്തിൽ ആരും എനിക്ക്
ആരുമില്ല. മൂവിയിലൊന്നല്ല, എനിക്ക് കലാപരമായിട്ട് രക്തബന്ധത്തിൽ ആൾക്കാർ വളരെ കുറവാണ്. എൻ്റെ മൂത്ത ചേട്ടന് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്, സ്കൂളിലാണ്, +2-ലാണ്. രണ്ടാമത്തെ ചേട്ടൻ HM ആണ്. രണ്ട് ചേട്ടന്മാരും കല്യാണം കഴിച്ചു കൊണ്ടുവന്നവരും ടീച്ചേഴ്സ് ഫാമിലിയാണ്. എൻ്റെ അമ്മാവന്മാര് ടീച്ചേഴ്സ് ഫാമിലിയാണ്. എങ്ങനെ ഞാനിങ്ങനെയായി എന്ന് ചോദിച്ചാൽ അതെനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഞാൻ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. അപ്പോൾ അതിലൊരു പരാതി വീട്ടിലുണ്ട്, അന്ധമായി വിശ്വസിക്കുന്നു. അന്ധമായി എനിക്ക് വന്ന ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, ഒരു മിറാക്കിൾ പോലെയായിരുന്നു ഫിലിം എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊരു ദൈവികമായിട്ട് എന്നെ നേരത്തെ ദൈവം കരുതി വെച്ചതായിരുന്നു എനിക്ക്. പിന്നെ കാരണം എനിക്ക് ബാക്ക് സപ്പോർട്ട് ഈ ഫിലിമിൽ ആരും തരാനില്ലായിരുന്നു. എൻ്റെ ഒരു സ്വന്തം എഫർട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ദൈവത്തിനോട് തന്നെയാണ് ഈ കാര്യത്തിൽ ഞാൻ വന്നതിൽ. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല, ഞാൻ പറയാം. പ്രൊഡക്ഷനിലേക്ക് വന്നപ്പം ഫസ്റ്റ് ഞാൻ മായാപുരി ചെയ്ത സമയത്ത് തന്നെ ഇപ്പം 1000 ചെയ്യുന്ന ആളും അതിന് ക്രിസ്മസ് കേക്ക് ചെയ്ത ആളും എന്നോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 2 കഥയും എനിക്ക് ഇഷ്ടമായിരുന്നു. ബഡ്ജറ്റ് എന്തിനു മുമ്പിൽ പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വന്നു. പിന്നെ കുറച്ച് സമയം എടുത്ത് ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചിരുന്നു അത്. ഞാൻ ആക്ച്വലി ഗൾഫിൽ ജോലി ചെയ്യാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ തിരക്കിനിടയ്ക്കും ഇതെൻ്റെ മൈൻഡിൻ്റെ ഒരു ഫോണിലുണ്ടായിരുന്നു, ഈ മൂവി എനിക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ഫസ്റ്റ് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഓഫ് ബീറ്റ് മൂവി ചെയ്തു. അത് കഴിഞ്ഞപ്പം രണ്ടാമതിപ്പം 1000 ചെയ്തു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടൊരു മറുപടി ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. നിഷി ഒരു സിനിമ എടുക്കുവാണെങ്കിൽ ആക്ട്രസ് ആവാനാണോ ഇഷ്ടം, അതോ പ്രൊഡക്ഷൻ ഫീൽഡിൽ തന്നെ നിൽക്കാനാണോ ഇഷ്ടം? അല്ല, ഇപ്പൊ ഞാൻ ഫിലിം എടുത്തപ്പോഴും ഞാൻ പ്രൊഡക്ഷൻ ഫീൽഡിൽ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുകൂടെ ഞാൻ ആക്ട് ചെയ്തല്ലോ. അതിപ്പം ഇതിനകത്ത് ഞാൻ ചെയ്തു, എനിക്ക് നല്ലൊരു റോൾ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു. എന്നു വെച്ചാൽ ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന മൂവിയിലെല്ലാം ഞാൻ ആക്ട് ചെയ്യണം എന്ന് എനിക്കില്ല. കാരണം എനിക്ക് പറ്റുന്ന റോൾ ഉണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അത് തന്നെയല്ല ഈ പ്രൊഡ്യൂസർ എന്നുള്ള ആ ഒരു പദവിയിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റുന്നൊരു ഉള്ളതാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാത്ത മൂവിയിൽ നല്ല ക്യാരക്ടർ വന്നാൽ, പിന്നെ ഇത് ഞാൻ ഡയറക്ടർ നിർബന്ധിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ചെയ്തതെന്നുള്ള വളരെ വ്യക്തമാണ്. വ്യത്യസ്തമായ നല്ല ക്യാരക്ടർ വന്നിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യും. പിന്നെ എനിക്ക് ജോലിയുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യായതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ആൻഡ് ബിലിമോറിയലാണ് വർക്ക് ചെയ്യുന്നത്. ബോംബെ ബേസ്ഡ് ആണ്, അവിടെ ഗൾഫിലെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലാണ്. അപ്പം ആ ജോലിനെ ബാധിക്കാത്ത വിധത്തിലാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഞാനിപ്പോൾ 4.5 വർഷം 5 വർഷം എക്സ്പീരിയൻസ് ആയി കൺസ്ട്രക്ഷനിൽ. അപ്പം ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഭയങ്കര കുറച്ച് കൂടുതലാണത്. അപ്പം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് പെട്ടെന്ന് നമുക്ക് ജോലി കളയാൻ ഈസിയാണ്. ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും എന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാൽ മതിയല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജോലിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് നന്നായിട്ട്. ഈ ബിസി ഷെഡ്യൂളിനിടയ്ക്കും ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഷുവർ, ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ പിന്നെ എനിക്ക് ഡ്രൈവിങ് വലിയ ഇഷ്ടമാണ്. ദുബായിൽ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ആണ്. അത് UAE തന്നെ ബൈക്ക് ലൈസൻസ് എടുത്ത മലയാള ഫസ്റ്റ് ലേഡിയാണ് ഞാൻ. വെറുതെ ഒരു കേസ് അത്രയാണ്. അപ്പോൾ ഡ്രൈവിങ്ങിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നേരെ ഒന്നെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് എൻ്റെ ടൈം പാസ് അധികവും അവിടെ ചെയ്യുന്ന ടൈം പാസ് എന്ന് പറഞ്ഞാൽ സ്ലോ ഡ്രൈവ് ചെയ്തങ്ങ് സമയം പാസ് ചെയ്യുക, അത്ര തന്നെ. വലിയ അല്ലാതെ ഒരു ഇതില്ല. പിന്നെ ഫിറ്റ്നസ് സെൻ്ററിൽ ഡെയിലി കണ്ടിന്യൂ ആയിട്ടും പോകുന്ന ഒരാൾ തന്നെയാണ്. ഓഫീസ് കഴിഞ്ഞ് നേരെ ഫിറ്റ്നസ് സെൻ്ററിലേക്കാണ് പോകുന്നത്. ഈ മൂവിയിലോട്ട് വരാന്നുള്ളത് കുഞ്ഞിലെ എന്തെങ്കിലും ഡ്രീം ചെയ്തിട്ടുണ്ടോ? ഇല്ല, സത്യമായിട്ടില്ല. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു പാഷനോ അങ്ങനെ എനിക്ക് മൂവിയിൽ വരണം, അഭിനയിക്കണം, അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. ആക്ച്വലി എനിക്ക് ദുബായിൽ ഞങ്ങളുടെ കമ്പനി, എനിക്കൊരു ഓൺ കമ്പനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജനറൽ ട്രേഡിംഗ് കമ്പനിയാണ്, A1 ജനറൽ ട്രേഡിംഗ് കമ്പനി. അപ്പോൾ അതിന് ചെയ്തിട്ട് അഡ്വക്കേറ്റ് ഉണ്ട്, മാത്യു, അവരുടെ വൈഫ് ബിന്ദു. മേഡം അവരുടെ അടുത്ത് വെറുതെ ഇരുന്നപ്പോൾ അവരിങ്ങനെ ഏതോ ഒരു ഫിലിമിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരൊരാൾ വന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു, എനിക്ക് ഈ രഞ്ജിത്ത് സാറിനെ വെച്ച് മമ്മൂട്ടീനെ വെച്ചൊരു ഫിലിം എടുക്കണം. അപ്പം എന്നോട് ഈ മാത്യു സാറ് ചോദിച്ചു, അഡ്വക്കേറ്റ് ചോദിച്ചു, അത്രയും മതിയോ, കുറച്ചും കൂടെ വലിയത് ചിന്തിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. അതും ഞാനിങ്ങനെ തിരിച്ചു പോരുമായിരുന്നു. പിന്നെ എനിക്ക് മായാപുരിയിലെ ഇവരുടെ ഈ അഡ്വക്കേറ്റ് സാറിൻ്റെ ഡ്രൈവറിൻ്റെ ഒരു ബന്ധം എങ്ങനെയാണ് ഈ മായാപുരി ഫ്രണ്ടോ ബന്ധം എങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് കുറച്ച് നീളമുള്ള മൂക്ക്, കുറച്ച് വലിയ കണ്ണ്, അപ്പൊ അങ്ങനെയായിരുന്നു അവർ സെലക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ഈ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞത് കൊണ്ട് ഒരു വേർഡ് പറഞ്ഞു. ആ വേർഡ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഫിലിമിൽ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടാണ്
അപ്പം അവരാണ് എന്നെ സജഷൻ ചെയ്തത്. അവരുടെ വഴിയാണ് ഞാൻ ഈ ഫിലിമിലേക്ക്. അല്ല നേരത്തെ എൻ്റെ ഒരു ഭയങ്കര ഇതൊന്നും അല്ലായിരുന്നു ഫിലിമിൽ വരിക എന്നുള്ളത്. നിഷി എന്ന വ്യക്തി എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് സിനിമയിലുള്ള നിഷിയെ ഞങ്ങൾക്ക് അറിയാൻ കഴിവുള്ളൂ, അല്ലാതെ നിഷി വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ? എനിക്ക് എപ്പോഴും പറയാൻ ആഗ്രഹം ഞാനൊരു പാവമാണ്. അങ്ങനെയല്ല, ഞാൻ വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്നിൽ കുറെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. എന്റെ ക്യാരക്ടർ കുറച്ച് എടുത്തുചാട്ടക്കാരിയാണ്. ആ ഒരു എടുത്തുചാട്ടം തന്നെയാണ് ഈ 1000-ഉം. ഓക്കെ, അങ്ങനത്തെ ഒരു എടുത്തുചാട്ടാണ്. പെട്ടെന്ന് എനിക്ക് 1000 എന്നൊരു മൂവി ചെയ്യണമെന്നു പെട്ടെന്ന് എടുത്ത് ചാടി തന്നെ ചെയ്ത്. അതിലുപരി ശരിക്കും ഞാനൊരു പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ഒരു 2 മിനിറ്റ് അതിനപ്പുറം ഞാൻ ആ ഒരു ഇത് കൊണ്ട് നടക്കും. ആരോടും ഞാൻ പിണങ്ങാറില്ല, എത്ര പറഞ്ഞാലും പിണങ്ങിയിരിക്കാറില്ല ഞാൻ. അത് എനിക്ക് ഒരിക്കലും പറ്റില്ല അത്. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് അവരോട് സംസാരിക്കും. അപ്പൊ ഞാൻ പറയും, ഞാനങ്ങ് കുറ്റമായിട്ടെടുക്കും. ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ചിട്ട് മനുഷ്യനല്ലേ, പറ്റുമല്ലോ. അപ്പൊ ഞാനങ്ങ് സോറി പറഞ്ഞേക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു സോറി പറഞ്ഞതുകൊണ്ടോ നമ്മളൊരിക്കലും ചെറുതാവുന്നില്ലല്ലോ. പിന്നെ ഈ ലൊക്കേഷനിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ആ സമയത്തെല്ലാം എൻ്റെ അടുത്ത് രാവിലെ തന്നെ ഞാൻ ചെന്ന് കഴിയുമ്പം എൻ്റെ അടുത്ത് കുറേ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു. കാരണം ആർക്കും ദൈവം സൃഷ്ടിച്ചപ്പം ആരെയും ഒരുപോലെ അല്ലല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഡിഫറെൻ്റ്, എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും രാവിലെ വന്നിട്ട് അവരങ്ങനെ പറഞ്ഞു, അവനിങ്ങനെ പറഞ്ഞു, ഇപ്പം എനിക്ക് വയ്യ, ഞാൻ പോന്നു അങ്ങനെ. അപ്പോൾ ഞാൻ അവരോട് പറയും സോറി. അപ്പം ഞാൻ സോറി പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസർ സോറി പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനപ്പുറം ഒന്നുമില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോ പിന്നെ ഇവർക്ക് അയ്യോ മേഡം സോറി ഒന്നും പറയരുത് കേട്ടോ അതൊന്നും പറഞ്ഞ അവർക്ക് ഭയങ്കര അന്നത്തെ ഭയങ്കര എനർജിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളൊരു സോറി എന്ന് അല്ലെങ്കിൽ ക്ഷമിക്കണം. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരിക്കലും ഒരു കുറവല്ല. ഒരു അല്ലേ ഒന്ന് ചിരിച്ച് കാണിച്ചെന്ന് വെച്ചാൽ അപ്പൊ അതിൽ തീരുവാണെങ്കിൽ തീർന്നല്ലെന്താ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ പുറമെയുള്ളവർ എന്നെ കൊണ്ട് എന്താ പറയുന്നത്. എന്തൊക്കെയാണ് ഹോബീസ്? ഹോബീസ് എനിക്ക് പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ഇഷ്ടം. മെലഡി സോങ് ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം മെലഡി സോങ് ആണ്. അപ്പം പിന്നെ ഡാൻസ് എനിക്കിഷ്ടമാണ്. ഡാൻസ് ഒരുപാടൊന്നും ഡാൻസ് ഒരുപാട് പെർഫോം അങ്ങനെയൊന്നുമില്ല. ഡാൻസ് അറിയാം, ഡാൻസ് ചെയ്യാറുണ്ട്. ചില സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ ദുബായിൽ എപ്പോഴും ഇപ്പം പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രോഗ്രാമില്ല, ചെറിയ ചെറിയ സംഘടനകളുടെ പ്രോഗ്രാമിൽ അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ പിന്നെ ജോലീൻ്റെ തിരക്കുണ്ടാകുമ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട്. ഹോബി മെയിനായിട്ട് സോങ് തന്നെയാണ് എൻ്റെ ഹോബി. പിന്നെ കിട്ടുന്ന ഇന്ത്യയിൽ വരുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ ഹോബി ടെമ്പിളിൽ പോകുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഹോബിയല്ല, അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്, എനിക്കൊരു ധൈര്യം, എൻ്റെ ഒരു ധൈര്യം അതാ. അപ്പം ഇന്ന് തന്നെ ഇപ്പം എൻ്റെ മൂവിൻ്റെ സെൻസറായിരുന്നു. അപ്പം ഞാനൊരു 3 അമ്പലങ്ങളിൽ പോയിട്ടാണ് പോയത്. കാരണം എനിക്ക് എൻ്റെ മൈൻഡിന് എപ്പോഴും ഞാൻ ഈ സിനിമ ഫീൽഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ കളിയാണ്. ഇപ്പം എല്ലാവർക്കും, എൻ്റെ അമ്മയ്ക്ക് പോലും ഇപ്പോഴും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മൈൻഡിനെ, എങ്ങനെ ഞാനിതിൽ വന്നു. അമ്മ എന്നെ പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഡ്രീം റോൾ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? ഡ്രീം റോളുണ്ട്. എനിക്ക് നല്ലൊരു ഭയങ്കരമായിട്ട് നമ്മൾ കാണാറില്ലേ അവാർഡ് മൂവിയിലൊക്കെ ഭയങ്കര എന്താ പറയാ ഒന്നിനെ പറയാൻ അവാർഡ് മൂവിയിൽ നമ്മൾ കാണാറില്ല, ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ്. പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റിയില്ല. ആ ഒരു ഉണ്ട് എനിക്ക്. പക്ഷെ ആക്ടിങ് തന്നെ ഫോക്കസ് അങ്ങനെയില്ല, നല്ല റോളുകൾ വന്നാൽ മാത്രം ചെയ്യാം. ഇപ്പം ഇതിനകത്ത് 1000 തന്നെ ഞാൻ ചെയ്യുന്നില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ ഡയറക്ടറുടെ ഒറ്റ നിർബന്ധത്തിനായിരുന്നു ഞാൻ ചെയ്തത്. കാരണം പ്രൊഡ്യൂസും ആക്ടും കൂടെ എനിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചെയ്തു. കാരണം ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അവിടെ വല്ലതും ഇവിടെ വല്ലതും നോക്കി കഴിയുമ്പോൾ പ്രൊഡ്യൂസർ അല്ലേ നമുക്ക് അത് ചിലവാകുന്നു ഇത് ചിലവാകുന്നു അതൊരു മൈൻഡ്. പക്ഷെ എന്തായാലും ചെയ്തു, കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. 1000 കൂടാതെ ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്രോജക്ട് ആക്ച്വലി ഒരു മൂവി വന്നിട്ടുണ്ട്, തമിഴാണ്. അപ്പൊ അതിന്റെ പേര് കാര്യങ്ങളൊന്നും അത് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അഗ്രി ചെയ്തിരിക്കുന്നത് ഒരു തമിഴ് മൂവിയാണ്. ഇത്രയും നേരം നിഷിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷമുണ്ട്. എല്ലാ പ്രോജക്ട്സിലും ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.